ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്രിയ ഫാമിലി വ്ളോഗ്. ഇന്ന് ഞാനിവിടെ മുട്ട കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായി ഞാനിവിടെ ഒരു മുട്ട ഒരു ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. നമ്മളിത് മയോണൈസിൻ്റെ ടൈപ്പിലാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിനായി നമ്മൾ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് ആ പരുവം നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ അതാ ഈ പരുവം ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതാണ്. അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ചമുളകും മല്ലിയിലയും. പച്ചമുളക് നമുക്ക് നിർബന്ധമില്ല കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എരിവ് നമുക്ക് കടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. പച്ചമുളക് ചേർക്കണ്ട. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ബ്രെഡാണ്. ഞാനിവിടെ ഒരു 10 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. റൗണ്ടായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഫിംഗർ ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ആക്കിയെടുക്കാം. ഞാനിവിടെ റൗണ്ടായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിങ്ങനെ നമ്മൾ കയ്യിൽ ഷേപ്പാക്കുമ്പോൾ കുറച്ച് എണ്ണയാക്കിയാൽ മതി. അപ്പോൾ ഒന്നും കയ്യിലൊട്ട് ഒന്നും ചെയ്യില്ല. ഇനി നമ്മളിതുപോലെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് എല്ലാം പീസും അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഞാനങ്ങനെ എല്ലാ പീസും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. അത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഓരോന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്കിത് 2 സൈഡും തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മയോണൈസിൻ്റെ ഫ്ലേവറൊക്കെ ആയതുകൊണ്ട് അതുപോലെ ബ്രെഡും ഒക്കെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മൾ ബാക്കിയെല്ലാം ഇതുപോലെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീണ്ടും പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്. താങ്ക് യു.